കേരളത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ബി.ജെ.പി. കേന്ദ്രമന്ത്രി പദം ജോർജ് കുര്യന് കിട്ടിയപ്പോൾ തകർന്നു പോയത് പൂഞ്ഞാറിലെ അപ്പനും മകനും. നാക്ക് വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ അച്ചാരം വാങ്ങി ജീവിക്കുന്ന ഈ തിരുട്ടു കുടുംബം കണ്ട സ്വപ്നങ്ങളാണ് ബി.ജെ.പിയുടെ ഗ്രൂപ്പ് പോരിൽ തകർന്നടിഞ്ഞത്. അടി വന്ന വഴി കൂടി അറിഞ്ഞതോടെ ചേക്കേറാൻ ഇവർ പുതിയ പാർട്ടി തേടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്ത. ഒരു പഞ്ചായത്തിലെ ചില വാർഡിൽ മാത്രം കണ്ടിരുന്ന പാർട്ടിയെ സംഖ്യസഞ്ചിയിൽ കയറ്റിയായിരുന്നു അപ്പനും മകനും നീക്കങ്ങൾ തുടങ്ങിയത്. ആദ്യം സ്വപ്നം കണ്ടത് പത്തനംതിട്ട ലോക്സഭാ സീറ്റായിരുന്നു. അത് ആന്റണി പുത്രൻ കൊണ്ടുപോയപ്പോൾ ചെക്കനെ പുലഭ്യം പറഞ്ഞ് ആശ്വസിച്ചു. എന്നാൽ നാഗ്പൂരിൽ നിന്ന് ന്യൂനപക്ഷ കോട്ടയിൽ വല്ലതും തട്ടിയെടുക്കാമെന്ന് കരുതിയപ്പോഴാണ് കോട്ടയത്ത് നിന്ന് തന്നെ പുതിയൊരു ജോർജ് അവതാരം. ആ വിദ്വാനെ കളത്തിലിറക്കിയത് പഴയ കൂട്ടുകാരൻ കെ സുരേന്ദ്രനും. തകർന്നു പോയി എന്നാണ് പൂഞ്ഞാർ ഗുണ്ടയുടെ അടുത്ത മാപ്ര കൂട്ടുകാർ അടക്കം പറയുന്നത്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനമെന്നാണ് സുര പറയുന്നത്. അപ്പോൾ താൻ ആരായി എന്നാണ് അപ്പൻ അടക്കം അല്പം ഉറക്കെ ചോദിക്കുന്നത്. മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും അടുക്കാനല്ല, തന്നെ ഒതുക്കാനുള്ള ശ്രമം കൂടിയാണ് കേരള ബി.ജെ.പി. ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തിരിച്ചറിഞ്ഞ പൂഞ്ഞാർ അച്ചായൻ പുതിയ അടവുകളുമായി രംഗത്ത് വരികയാണ്. കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് സീറ്റ് കുറഞ്ഞത് നന്നായെന്ന് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നതുകൂടി ഓർക്കണം. കേന്ദ്രത്തിൽ മോദി സർക്കാരിൻ്റെ പ്രഭാവം കുറഞ്ഞിട്ടുണ്ട്. അത് നന്നായി എന്നാണ് മാപ്രകളുടെ പ്രിയ അച്ചായൻ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ജനം ഇങ്ങനെയും ചെയ്യുമെന്ന് നമ്മുടെ പല നേതാക്കളും മനസ്സിലാക്കട്ടെ എന്നും സാക്ഷാൽ പൂച്ചപ്പുലി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറയുമെന്ന് കാത്തിരുന്നു കാണാം.